സാമ്പ്രദായിക മ്യൂസിക് കമ്പോസർമാർക്കിടയിലേക്കാണ് ഒരു ഇടിത്തി പോലെ AR റഹ്മാൻ കടന്നു വന്നത്. RK ശേഖർ എന്ന മ്യൂസിക് ഡയറക്ടറുടെ മകനായി ജനിച്ച ദിലീപാണ് പിന്നീട് AR റഹ്മാനായത്. 9-ാം വയസ്സിൽ അച്ഛൻ മരിച്ച ശേഷം അമ്മ കരീം ബീഗത്തിൻ്റെ സംരക്ഷണയിലാണ് ദിലീപ് വളർന്നു വന്നത്. ഊണിലും ഉറക്കത്തിലും സംഗീതമായിരുന്നു ദിലീപിന് എല്ലാം. അച്ഛൻ്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കീബോർഡ് വായിച്ചായിരുന്നു റഹ്മാൻ്റെ സംഗീത ജീവിതം ആരംഭിച്ചത്. 1980-കളിൽ ഇളയരാജയുടെ കമ്പോസിംഗ് ടീമിൽ കീബോർഡ് കൈകാര്യം ചെയ്തിരുന്നത് റഹ്മാനായിരുന്നു. MS വിശ്വനാഥൻ, രമേഷ് നായിഡു, വിജയ് ആനന്ദ്, സലിൽ ചൗധരി, ദേവ എന്നീ മ്യൂസിക് ഡയറക്ടർമാർക്കൊപ്പം കീബോർഡ് പ്ലെയറായും പ്രോഗ്രാമറായും റഹ്മാൻ പ്രവർത്തിച്ചു. 25-ാം വയസ്സിൽ 1992-ലാണ് റഹ്മാന് സ്വതന്ത്ര സംഗീത സംവിധായകനാകാൻ ഭാഗ്യം കൈവന്നത്. യോദ്ധയിൽ AR റഹ്മാൻ കമ്പോസിംഗ് നിർവഹിച്ച 4 പാട്ടുകളാണ് ഉണ്ടായിരുന്നത്. സുജാതയും മിനിമിനിയും പാടിയ പടകാളി പണ്ടിച്ചങ്ങരി എന്ന് തുടങ്ങുന്ന ഗാനം, ബാലസുബ്രഹ്മണ്യം പാടിയ മൗനം എന്ന് തുടങ്ങുന്ന ഗാനം, ഗോരി തേര ഗാവോ ബഡ എന്ന ഗാനം, പുതുവെള്ളൈ മഴൈ എന്ന ഗാനം. ഈ 4 പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായി. ഇതേ വർഷം തന്നെ റോജയുടെ BGMഉം റഹ്മാൻ നിർവഹിച്ചു. മിനിമിനി പാടിയ ചിന്ന ചിന്ന ആശൈ, ബാലസുബ്രഹ്മണ്യവും സുജാതയും പാടിയ കാതൽ റോജാവേ, ഉണ്ണിമേനോൻ പാടിയ പുതുവെള്ളൈ മഴൈ, ഹരിഹരൻ പാടിയ കാതൽ എൻ കാതൽ, ശങ്കർ മഹാദേവൻ പാടിയ രുക്മണി രുക്മണി, തമിഴ തമിഴ എന്നീ 6 ഗാനങ്ങളാണ് റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ചത്. മലയാള ചിത്രം യോദ്ധയും റോജയും 1992-ലാണ് പുറത്തിറങ്ങിയത്. മലയാള ചിത്രം യോദ്ധയിൽ റഹ്മാൻ മ്യൂസിക് കമ്പോസറായിരുന്നു. യോദ്ധയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് SP വെങ്കടേഷ് ആയിരുന്നു. അതേസമയം റോജയിൽ മ്യൂസിക് ഡയറക്ടർ AR റഹ്മാനാണ്. 1993-ൽ ജെന്റിൽമാനിലെ പാട്ടുകൾ വമ്പൻ ഹിറ്റുകളായി മാറി. ആ സിനിമയിലെ പാട്ടുകളിലൂടെ പ്രഭുദേവ എന്ന ഡാൻസ് മാസ്റ്ററും താരമായി. 1994-ൽ ഗാങ്സ്റ്റർ, കാതലൻ, 1995-ൽ ബോംബെ രംഗീല, ഇന്ദിര എന്നീ സിനിമകളിലെ പാട്ടുകളും ഹിറ്റായി മാറി. 2024-ൽ ആടുജീവിതത്തിലൂടെ റഹ്മാൻ മലയാളത്തിലേക്ക് തിരിച്ചു വന്നു. 2009-ൽ ടൈം മാഗസിൻ ലോകത്തിലെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളിൽ ഒരാളായി റഹ്മാനെ തിരഞ്ഞെടുത്തു. മ്യൂസിക്കിന് നൽകിയ സംഭാവനകൾക്ക് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി 2006-ൽ റഹ്മാനെ ആദരിച്ചു. സൈറ ബാനുവാണ് റഹ്മാൻ്റെ ഭാര്യ. ഇവർക്ക് 3 മക്കളുണ്ട്: ഖദീജ, റഹീമ ആൻഡ് അമീൻ. ഇവരിൽ ഖദീജയും അമീനും പാട്ടുകാരാണ്. 2024 നവംബറിൽ റഹ്മാനും സൈറ ബാനുവും വേർപിരിഞ്ഞു. 29 വർഷം തുടർന്ന ദാമ്പത്യ ബന്ധം അപ്രതീക്ഷിതമായാണ് ഡൈവോഴ്സിലെത്തിയത്. വൈകാരിക സമ്മർദ്ദം ശക്തമായതിനാലാണ് വേർപിരിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്.